ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. നമ്മുടെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്നുള്ള നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിന്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വായുവില്ലാത്ത ലോകം എന്നുള്ള ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കടങ്കഥ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ഇതാണ്. അപ്പം എന്താ ഇവിടെ കാണുന്നത്, ഒരു മുത്തശ്ശനുണ്ട്, 2 കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ കടങ്കഥയെക്കുറിച്ചാണ് നമ്മുടെ ഈ കഥയിൽ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കഥയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കടങ്കഥകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കൊരു കഥ വായിക്കാം. ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ്. പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കഥയിലോട്ട് പോകാം അല്ലെ. കഥയുടെ പേരെന്താണ്, കടങ്കഥ എന്നാണ് കേട്ടോ. കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ. അവയിൽ പലതും ഏറെ രസകരവും. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛന്റെ ചുറ്റും തടിച്ചുകൂടും. കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ്. മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും. കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട്. തന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും, ഞെട്ടില്ല വട്ടയില്ല പപ്പടം. ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. ഉത്തരം എന്താ പറയാ, കിണർ അല്ലേ. ഇട്ടാ പൊട്ടും ഇക്കിരി സുമുട്ട. കടുക്. കാള കിടക്കും കയറോടും മത്തനും മത്തൻ ചെരിയും. അടിക്കാത്ത മുറ്റം ആകാശം. ഉച്ചിക്കുടുമ്പൻ ചന്തയ്ക്കു പോയി. കൈതച്ചക്ക. കറിക്ക് മുമ്പൻ ഇലയ്ക്കു പിമ്പൻ കറിവേപ്പില. കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം. പിന്നാലെ വന്നവൻ മുന്നാലെ പോയി. പല്ല്. കടങ്കഥ ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു. എല്ലാറ്റിനും എടുപിടീന്ന് ഉത്തരം പറയുന്നതിന്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു. എടുപിടീന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് കേട്ടോ. മുത്തച്ഛൻ ഒന്ന് ഇളകിയിരുന്നു. മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ. എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, നിങ്ങൾ എല്ലാരും മിടുക്കരാണ് കേട്ടോ. നിങ്ങളോട് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒരെണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ. മുത്തച്ഛൻ ചോദിക്ക്, ഞങ്ങൾ പറയാം. എങ്കിൽ കേട്ടോളൂ. തലയില്ലാത്തവൻ ചെവിട്ടാട്ടി. ഉത്തരം പറ. മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ, ഞങ്ങൾക്ക് വ്യക്തമായില്ല, കുട്ടികൾ ആവശ്യപ്പെട്ടു. തലയില്ലാത്തവൻ ചെവിട്ടാട്ടി. ഉത്തരം പറ. കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു. അവർ പരസ്പരം നോക്കി. ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല. ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു. എന്ന് വെച്ചാൽ ഡൗട്ടായി, അതാണ് ശങ്കിക്കുക. മുത്തച്ഛനാണെങ്കിൽ വിജയിയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു വിരുദ്ധൻ പറഞ്ഞു. ശങ്കിക്കുക വെച്ചാൽ സംശയിക്കുക. ഉത്തരം ഞാൻ പറയാം, ആന. അത് ശരി, തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ? മുത്തച്ഛൻ ചോദിച്ചു. നാണിച്ചു പുളിച്ച് അവൻ തല താഴ്ത്തി. മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു. ഞങ്ങൾ തോറ്റു, ഇനി മുത്തച്ഛൻ ഉത്തരം പറ, കുട്ടികൾ പറഞ്ഞു. ഉത്തരം പറ, മുത്തച്ഛൻ ആവർത്തിച്ചു. ഞങ്ങൾക്കറിയില്ല, ഉത്തരം പറ. ഉത്തരം പറ. ഇതെന്താ മുത്തച്ഛൻ, ഞങ്ങളെ കളിയാക്കുകയാണോ? കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ എന്തിനാ നിങ്ങളെ കളിയാക്കണേ? ഉത്തരം പറയാന്ന് വച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണെന്ന്. മുത്തച്ഛന്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു. എന്താ ക്ഷ പിടിക്കുക എന്ന് വെച്ചാൽ നല്ലോണം ഇഷ്ടമായി എന്നാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഇത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കടങ്കഥ എന്നുള്ള കഥ? എല്ലാ കുട്ടികൾക്കും മുത്തച്ഛനെ ഇഷ്ടമായോ? മുത്തച്ഛന്റെ കടങ്കഥകളൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന കുറെ കടങ്കഥകൾ ഉണ്ടാവും. അത് മാത്രമാണോ കടങ്കഥകൾ എന്ന് പറയുന്നത്? അല്ല, നമുക്ക് അറിയാത്ത ഒരുപാട് കടങ്കഥകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടെത്തിയിട്ട് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കടങ്കഥകൾ ഉണ്ട്. നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും, നിറയെ കടങ്കഥകൾ റിലേറ്റ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലെ ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കടങ്കഥ ചന്തം.
ഒരു കടങ്കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആന കേറാമലയിൽ ആളു കേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം പറയാമോ? ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം. ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾക്ക് അറിയോ? ആളു കേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. എന്താ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല? എന്താ ഉത്തരം? അതായത് നമ്മൾ ആകാശത്തിലെ അല്ലെ, ആകാശവും നക്ഷത്രങ്ങളുമാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഈ കടങ്കഥയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കടങ്കഥയ്ക്ക് താളവും ഈണവും ഉണ്ട്. കവിത പോലെ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നതാണ് ഈ കടങ്കഥ. മനോഹരമായ വർണ്ണന കൂടിയാണ് ഇതിനുള്ളത്. ഇവിടെ ആനയും ആളുകളും കയറാത്ത അത്ര ഉയരത്തിലുള്ള ആകാശത്ത് കാന്താരി പൂത്തതുപോലെ നിറയെ നക്ഷത്രങ്ങൾ നിറഞ്ഞതിനെ വർണ്ണിക്കുകയാണ്. കവിതയുടെ വളർച്ചയിൽ താളമുള്ള കടങ്കഥകൾക്കും വലിയ പങ്കു തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആണിത്. വെണ്ണേ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണിലാ വഞ്ചി ചിരിച്ചു ചൊന്നാൻ. ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാ ഭാഗങ്ങളും ശേഖരിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കവിതാ ഭാഗം എഴുതാം കേട്ടോ. ഒരു കവിതയുടെ 4 വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് കവി ONV ആണ്. ONV കവിതകളാണ്. അതില് 4 വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമ്പിളി മാമന്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ അത്ര നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. അപ്പൊ എങ്ങനെയുണ്ട് കവിത? ഇത് ONV കവിതയാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? കടങ്കഥയും പഴഞ്ചൊല്ലുകളും നോക്കാം. കടങ്കഥ ചിതറിയിരിപ്പു പിച്ചിപ്പൂക്കളെ എടുത്തു കൊരുക്കാനൊത്തില്ല. കടങ്കഥയാണ്. ഇതിന്റെ ഉത്തരം എന്താണ്? നക്ഷത്രമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത കടങ്കഥ നോക്കൂ. എന്താണ്? കുത്തിത്തിന്നാനൊന്നന്തരമാ ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. എന്താണ്? ഉപ്പാണ്. കുത്തി എന്നല്ല കേട്ടോ, ഇത് ഇവിടെ തെറ്റി എഴുതിയിരിക്കുകയാണ്. കൂട്ടി എന്നാണ് കേട്ടോ. കൂട്ടി തിന്നാൻ ഒന്നന്തരമാന്ന് വെച്ചാൽ നല്ല കൂട്ടിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മളത് എടുക്കും. ഉപ്പിന് നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്കായിട്ടാണ് എടുക്കുക, അല്ലാതെ ഒരു പിടിയായിട്ടാണ് എടുക്കുക. അപ്പൊ കൂട്ടി തിന്നാൻ ഒന്നന്തരമായി നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റയ്ക്കായാലും ആർക്കും വേണ്ട പറഞ്ഞ ഉത്തരം എന്താണ്? ഉപ്പാണ് കേട്ടോ. ഉത്തരം ഉപ്പ്. അതേപോലുള്ള പഴഞ്ചൊല്ലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? കറന്ന പാൽ അകിട്ടിൽ ചെല്ലുകില്ല, കടഞ്ഞ വെണ്ണ മൂലിൽ ചെല്ലുകില്ല. അതായത് നമുക്ക് പശുവിന് കറന്ന പാല് വീണ്ടും തിരിച്ച് അകിട്ടിലും പോവില്ല. അതേപോലെ തന്നെ എന്താണ്? കടഞ്ഞ വെണ്ണ വീണ്ടും എന്താണ്? കടഞ്ഞ വെണ്ണ മോരിലും ചെല്ലുകില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആശയം എന്താണ്? അസാധ്യ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. അതുപോലെ ഒരു പഴഞ്ചൊല്ലാണ് കുഞ്ഞിന്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കുഞ്ഞിനെ വിദ്യ പഠിപ്പിക്കേണ്ട. ഇതിന്റെ ആശയം എന്താണ്? പാരമ്പര്യ ഗുണം കൊണ്ട് തന്നെ സ്വഭാവം ഉണ്ടായിത്തീരുമെന്നാണ് ഈ പഴഞ്ചൊല്ലിൽ പറയുന്നത്. അടുത്ത ചോദ്യം കടങ്കഥ പയറ്റാണ്. കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കൂ. മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കഥ പയറ്റ് പോലെ ക്ലാസ്സിൽ ഒരു കടങ്കഥ പയറ്റ് നടത്തും. ഒരു ഗ്രൂപ്പ് കടങ്കഥ ചോദിക്കുന്നു, അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്യണം? ഉത്തരം പറയാം. വീണ്ടും അവര് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാം. അങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ആയിട്ട് ഇതുപോലെ ഒരു കടങ്കഥ പയറ്റ് നടത്താനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം തിന്നും എല്ലാം ദഹിക്കും, വെള്ളം കുടിച്ചാൽ ചത്തുപോകും. ഉത്തരം എന്താ? തീ. എന്റെ കാളയ്ക്ക് വയറ്റിലൊരു കൊമ്പ്. ഉത്തരം കിണ്ടി. വയറൊന്ന് വായ 2 വയറ്റിൽ നിറയെ മക്കൾ. ഉത്തരം തീപ്പെട്ടി. കുറ്റിക്കാട്ടിൽ കൊയ്ത്തരിവാൾ. ഉത്തരം എന്താ? ചന്ദ്രക്കല. അപ്പൊ ഇതുപോലെ ഒരുപാട് കടങ്കഥകൾ ഉണ്ടാവും. നിങ്ങൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു കടങ്കഥ പയറ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക, ക്ലാസ്സിൽ വെച്ച് ചെയ്യാത്ത ഒരു പ്രവർത്തനമാണത്. അടുത്ത ചോദ്യം കഥയിലും കടങ്കഥ. ഒരു ചെറിയൊരു കഥയുടെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. അതിഥി പറഞ്ഞു, ഊണിന് 108 കൂട്ടം കറി വേണം. ഊണ് കഴിഞ്ഞാൽ 3 ആളെ തിന്നണം, 4 ആൾ ചുമക്കണം. ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു. അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ശരിയാക്കാം, കുളിച്ചു വരാൻ പറയൂ. മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക? അറിയണ്ടേ? കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരൽ ശങ്കുണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട്, കണ്ടെത്തി വായിക്കൂ. അപ്പൊ ഈ ഇത്തരം പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? ആ പുസ്തകം കണ്ടെത്തിയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഈ കഥയുടെ ബാക്കി ഭാഗം എന്താണെന്ന് ചുരുക്കി പറയാം. ആ മകള് എന്ത് ചെയ്യാണ്?
അത് സാധിച്ചു കൊടുത്തു. അപ്പൊ അത് എങ്ങനെ സാധിച്ചു കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെ 108 കൂട്ടം കറി എന്ന് പറയുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി പറയും 108 കൂട്ടം കറികൾക്ക് തുല്യമാണ് ഇഞ്ചിപ്പുളി. അതാണ് എന്താണ് മകൾ കൊടുക്കുക, അയാൾക്ക് അതിഥിക്ക് കൊടുക്കുക. ഊണ് കഴിഞ്ഞാൽ 3 ആളെ തിന്നണം എന്ന് പറയുന്നത് എന്താണ്, വെറ്റിലി മടക്കൊക്കെ വെച്ചിട്ട് അതാണ് 3 ആളെ തിന്നണം എന്ന് പറയുന്നത്. 4 ആൾ ചുമക്കണം എന്ന് പറയുന്നത് എന്താണ്, ഉറങ്ങുന്നതാണ്. അതായത് കട്ടിലാണ് ഇവിടെ പറയുന്നത്. 4 ആൾ ചുമക്കണമെന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണം, അതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥയെക്കുറിച്ച് ഒരു കുറിപ്പും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കഥ നിങ്ങൾ മുഴുവനായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. കഥ പുസ്തകം കണ്ടെത്തിയിട്ട് വായിക്കുക. കഥയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഈ കഥയിൽ നിന്ന് വ്യക്തമാവുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കഥയ്ക്ക് ഒരു കടങ്കഥയുടെ സ്വഭാവമുണ്ട്. 108 കറിക്കൊത്ത് കറി എന്നത് ഇഞ്ചിക്കറിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് ചില ഭാഗങ്ങൾ ഇഞ്ചിപ്പുളി എന്ന് പറയും. 3 പേര് തിന്നണം എന്നത് വെറ്റില മുറുക്കണമെന്നും 4 പേർ ചുമക്കണം എന്ന് കട്ടിൽ വിശ്രമിക്കണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്ന് ബ്രാഹ്മണന്റെ മകൾ മനസ്സിലാക്കുന്നു. അതായത് ഇതിലെ കഥയിലെ വീട്ടുകാരൻ എന്ന് പറയുന്ന ആള് ഒരു ബ്രാഹ്മണനാണ് കേട്ടോ. ആ കഥ നിങ്ങൾ മുഴുവനായി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ കഥയുടെ എന്താണ് കഥ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഒരു ബ്രാഹ്മണനാണ് കഥയിലെ വീട്ടുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണന്റെ മകളും മനസ്സിലാക്കുന്നു. വാക്കുകളുടെ വാചകത്തേക്കാൾ ഇവിടെ പ്രാധാന്യം കടങ്കഥയുടെ രീതിക്കാണ് കേട്ടോ. അപ്പൊ ഇതൊരു കടങ്കഥ റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കഥയാണ്. അടുത്തത് കടങ്കഥയിലെ ഭാഷ. കടങ്കഥയിലെ ഭാഷയും സാധാരണ ഭാഷ. അതായത് കടങ്കഥ നമുക്കറിയാം, അതുപോലെ സാധാരണ ഭാഷ എന്ന് പറയുന്നത് അതിൽ ഉത്തരമായി വരുന്നതാണ് സാധാരണ ഭാഷ. അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നാമത്തെ മുറ്റത്ത് ചെപ്പിനടപ്പില്ല, അത് കടങ്കഥ. അതിൽ സാധാരണ ഭാഷ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഒരു ഉത്തരമാണ്. കിണർ. കൊക്കിരിക്കും കുളം വറ്റി വറ്റി. ഉത്തരം എന്താ, കൊളുത്തി വെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. ഉത്തരം എന്താ, പാവയ്ക്ക, അല്ലെങ്കിൽ ചിലയിടത്ത് കയപ്പയ്ക്ക എന്ന് പറയും. മറ്റു ചില കടങ്കഥകളെ കൂടി ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതാമോ? സാധാരണ ഭാഷയും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്ത് കണ്ടെത്തൂ. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കടങ്കഥയിലെ ഭാഷയും സാധാരണ ഭാഷയും എഴുതാം. ഒരമ്മ മുറം വീശിപ്പോകുന്നു. ഉത്തരം ആന. അമ്മ പരന്ന് പരന്ന് മകൾ ഉരുണ്ടുരുണ്ട്. സാധാരണ ഭാഷ അരക്കല്ലും അമ്മിയും. കടങ്കഥ 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാണ്. സാധാരണ ഭാഷ, അതായത് ഉത്തരം ചൂല്. അടുത്തത് പുറത്തെ ആവശ്യം അകത്താവശ്യം എന്നാണ്. പുറത്തത്തെ ആവശ്യം അകത്താവശ്യം കിടക്കുമ്പോൾ അനാവശ്യം. ആരാണ്, ചെരുപ്പാണ് കേട്ടോ ഉത്തരം. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ ഭാഷ അല്ല കടങ്കഥയിലുള്ളത്. കടങ്കഥയിലെ ഭാഷ ഒരു വസ്തുവിനെ നേരിട്ട് പറയാതെ അതിനെ സൂചിപ്പിക്കുന്ന ചില സൂചനകൾ നൽകുന്നു. ഇത് കവിത പോലെ താളാത്മകവും ആകർഷകവുമാണ്. സാധാരണ ഭാഷയിൽ ഒരു വസ്തുവിനെ നേരിട്ട് പേരെടുത്തു പറയുന്നു. ഇത് ആശയവിനിമയത്തിന് കൂടുതൽ ലളിതവും എളുപ്പവുമാണ്. കാവ്യഭാഷയോടാണ് കടങ്കഥയ്ക്ക് അടുപ്പം. കാര്യങ്ങൾ നേരെ പറയുന്നതാണ് സാധാരണ ഭാഷയുടെ രീതി. എന്നാൽ കടങ്കഥകളിൽ പരോക്ഷമായി വളച്ചുകെട്ടി പറയുകയാണ്. സൂചനകളിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കടങ്കഥയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കവിതകൾ രൂപം കൊണ്ടതിൽ കടങ്കഥകൾക്കും വലിയ പങ്കു തന്നെയാണ്. കടംകഥ എന്നാണ്, കടങ്കഥ കേട്ടോ, ശരിയാക്കി എഴുതുക. ഇവിടെ കടംകഥ എന്നാണ് കേട്ടോ, ഇങ്കായാണ് കടംകഥ. കടങ്കഥകൾക്ക് വലിയ പങ്കു തന്നെയാണ് ഉള്ളത്. ഈണവും താളവും ഉള്ള ചെറു കവിതകളായി നമുക്ക് കടങ്കഥകളെ കണക്കാക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ കടങ്കഥ എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.